നമസ്കാരം ടെക്നിക്കൽ. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഓവർസിയർ ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയാണ്. അപ്പൊ എന്താണ് എക്സാം എന്ന് അറിയാൻ വേണ്ടി എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടാവില്ലേ? അപ്പൊ കുറെ പേരെങ്കിലും സെക്കൻഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാം, ആ എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പൊ എന്നാണ് ഇനി എക്സാം വരിക, എപ്പൊ പഠിച്ചു തുടങ്ങണം, അങ്ങനെയുള്ള കുറെ സംശയങ്ങൾ നിങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ PSC പുറത്തുവിട്ടിട്ടുള്ള ആനുവൽ കലണ്ടർ പ്രകാരം ഏതൊക്കെ സെക്കൻഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡ് എക്സാമുകളാണ് ഇനി വരാനിരിക്കുന്നത്, ഏതൊക്കെ മാസങ്ങളിലായിരിക്കും ഈ എക്സാംസ് നടക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തെ ആനുവൽ കലണ്ടർ PSC പുറത്തുവിട്ടത് പ്രകാരം നോക്കുമ്പോൾ ഏകദേശം അതനുസരിച്ച് തന്നെയാണ് നമുക്ക് ജൂണിലുള്ള എക്സാമുകൾ വന്നിട്ടുള്ളത്. അപ്പം ഈ പറഞ്ഞ സ്ലോട്ടിനകത്ത് തന്നെ നമുക്ക് എക്സാംസ് വരാനുള്ള സാധ്യതകൾ എന്തായാലും കൂടുതലാണ്. അപ്പം നമ്മൾ ഇപ്പൊ തന്നെ എന്തായാലും പഠിച്ചു തുടങ്ങേണ്ടതായിരിക്കും. അപ്പൊ വരുന്ന 3 മാസങ്ങളിൽ നമുക്ക്, അതായത് ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള സ്ലോട്ടുകളിലാണ് നമുക്ക് ഓവർസിയർ എക്സാമുകൾ കാണുന്നത്. അപ്പൊ ആ ഒരു എക്സാംസിന് ഇപ്പമുള്ള 2 മാസം നല്ല രീതിയിൽ പഠിച്ചാൽ വരാതിരിക്കുന്ന എല്ലാ എക്സാമുകൾക്കും നിങ്ങൾക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം എന്തായാലും ഇപ്പൊ ഏപ്രിൽ ഇപ്പം ഫസ്റ്റ് വീക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത വീക്കിലേക്ക് നമ്മൾ കയറി. കലണ്ടർ വരാൻ ഇനി ഒരാഴ്ചയ്ക്ക് ശേഷം എന്തായാലും PSC ജൂലൈ മാസത്തെ കലണ്ടർ പുറത്തുവിടും. അപ്പം ഏതൊക്കെ എക്സാംസ് ആണ് ഇനി വരിക എന്നുള്ളത് നമുക്ക് ആ കലണ്ടർ വരുമ്പോൾ അറിയാനായിട്ട് പറ്റും. ഇതിൽ ഏതൊക്കെ എക്സാംസ് വരും എന്നുള്ളത് കലണ്ടർ വരുമ്പോൾ നമുക്ക് അറിയാം. അപ്പൊ ഏകദേശം ഏത് എക്സാം ഏത് മാസത്തിൽ വരും എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. അപ്പൊ ഈ വരാനുള്ള ഇനിയുള്ളത് നമ്മുടെ മുന്നിൽ ഏപ്രിൽ ഒരു പകുതി ഉണ്ട്, അതുപോലെ തന്നെ മെയ് ഉണ്ട്, ജൂൺ ഉണ്ട്. ഈ 3 മാസം അല്ലെങ്കിൽ 2.5 മാസം കൊണ്ട് നമുക്ക് ഏകദേശം പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ മാസങ്ങളിൽ വരുന്ന എക്സാമുകളെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഒരു ഓവർസിയർ എക്സാമിന് വേണ്ടി എങ്ങനെ തയ്യാറെടുക്കാം എന്നുള്ള സ്റ്റഡി പ്ലാൻ വീഡിയോസ് ഒക്കെ നമ്മൾ മുമ്പ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. എങ്ങനെ ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ആ ഒരു പ്ലാൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എക്സാമിന് പഠിക്കാവുന്നതാണ്. അപ്പൊ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അല്ലെ, നമ്മുടെ സിലബസ് എക്സാമിനേഷൻസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. സോ നമുക്കിനി ജൂലൈ സെപ്റ്റംബറിന്റെ സ്ലോട്ടാണ് വരാനുള്ളത്. ജൂലൈ സെപ്റ്റംബർ സ്ലോട്ടിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന എക്സാമുകൾ എന്ന് പറയുന്നത് PWD ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓവർസിയർ ഗ്രേഡ് 2 വരുന്നുണ്ട്, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓവർസിയർ ഗ്രേഡ് 2 വരുന്നുണ്ട്. ഇത് രണ്ടുമാണ് വരുന്നത്. സോ കാറ്റഗറി നമ്പർ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓവർസിയർ ഗ്രേഡ് 2 2 ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നുണ്ട്. PWD ഇറിഗേഷനും വരുന്നുണ്ട്, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലോട്ടും വരുന്നുണ്ട്. ദെൻ പിന്നെ വരുന്നത് നമുക്ക് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലോട്ട് തന്നെ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 3 ഓവർസിയർ ഗ്രേഡ് 3 വരുന്നുണ്ട്. ഗ്രേഡ് 2ഉം ഗ്രേഡ് 3ഉം ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലോട്ട് കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്ലോട്ടില് PWD ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓവർസിയർ ഗ്രേഡ് 2, അത് SC ST സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറിക്ക് മാത്രമായിട്ടുള്ള എക്സാം ആണ് കേട്ടോ വരുന്നത്. ഇതാണ് ഇത്രയും എക്സാമുകളാണ് നമുക്ക് എവിടെ കാണാനായിട്ട് പറ്റുക, ജൂലൈ സെപ്റ്റംബർ സ്ലോട്ടിൽ കാണുന്നത്. ടോട്ടൽ ഒരു 9 ഓവർസിയർ സെക്കൻഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡ് എക്സാമുകളാണ് ടോട്ടൽ ആയിട്ട് നമുക്കുള്ളത് കേട്ടോ. അതിൽ ജൂലൈ സെപ്റ്റംബർ എന്നുള്ള ആ ഒരു സ്ലോട്ടിൽ തന്നെ നമുക്ക് എത്ര എക്സാംസ് കാണുന്നുണ്ട്, നമുക്കൊരു 4 എക്സാമോളം ആ ഒരു സ്ലോട്ടിൽ തന്നെ കാണുന്നുണ്ട്. അതിലൊരു എക്സാം സ്പെഷ്യൽ കാറ്റഗറി എക്സാം ആണ്, ബാക്കി 3 എക്സാംസ് വേറെ ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്തൊരു സ്ലോട്ട് ഓഗസ്റ്റ് ഒക്ടോബർ എന്നുള്ള ആ ഒരു സെക്ഷൻ ആണ്. ഓഗസ്റ്റ് ടു ഒക്ടോബർ എന്നുള്ള ആ ഒരു സെക്ഷനിൽ വരുന്നത് നമുക്ക് ഒന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റില് ട്രേസർ വർക്ക് സൂപ്രണ്ടന്റ് അതാണ് വരുന്നത്. ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. അടുത്ത ഹാർബർ എഞ്ചിനീയറിംഗ് ഓൾറെഡി നമ്മൾ ഒരെണ്ണം പറഞ്ഞു, വീണ്ടും വന്നിട്ടുണ്ട്. ട്രേസർ വന്നിട്ടുണ്ട്, വർക്ക് സൂപ്രണ്ട് വന്നിട്ടുണ്ട്. ദെൻ പിന്നെ വരുന്നത് ആ ഒരു സ്ലോട്ടിൽ ആ ഒരു എക്സാം മാത്രമേ ഉള്ളൂ കേട്ടോ. ആ ഒരു സ്ലോട്ടിൽ ആ ഒരു എക്സാം മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ വരുന്നത് സെപ്റ്റംബർ നവംബർ എന്നുള്ള കാറ്റഗറിയാണ്. സെപ്റ്റംബർ നവംബർ കാറ്റഗറിയിൽ നമുക്ക് KWA ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഓവർസിയർ ഗ്രേഡ് 3 എക്സാം വരുന്നുണ്ട്. KWA ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഓവർസിയർ ഗ്രേഡ് 3 എക്സാം വരുന്നുണ്ട്. ദെൻ പിന്നെ വരുന്നത് സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്കൊരു വർക്ക് സൂപ്രണ്ടന്റ് എക്സാമും കൂടിയാണ് വരുന്നത്. ഇതാണ് നമുക്ക് ആ ഒരു നവംബർ വരെയുള്ള കാറ്റഗറിയിൽ വരുന്നത്. സോ പിന്നെ നമ്മൾ ഒക്ടോബർ ഡിസംബറിൽ നോക്കുമ്പോൾ ഒക്ടോബർ ഡിസംബറിൽ നമുക്ക് വരാനിരിക്കുന്നത്
കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ KLDCയിലേക്കുള്ള ഓവർസിയർ ഗ്രേഡ് 3, അതുപോലെ തന്നെ വർക്ക് സൂപ്രണ്ട് ഗ്രേഡ് 2 എന്നുള്ള ഒരു എക്സാമും കൂടാതെ പിന്നെ വരുന്നത് LSDD ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യൽ റിസർവേഷൻ ആണ് ഓവർസിയർ ഗ്രേഡ് 3, അതുപോലെ തന്നെ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 3 എന്നുള്ള എക്സാമും ആണ് വരുന്നത്. അപ്പൊ ഇത്രയും എക്സാമുകളാണ് നമുക്ക് ഇനി ജൂലൈ മുതൽ ഏകദേശം ഒരു നവംബർ ഡിസംബർ വരെയുള്ള ആ ഒരു മാസങ്ങളിൽ നമുക്കുള്ളത്. അപ്പൊ നമ്മുടെ മുന്നിൽ ഇനി ഈ പറഞ്ഞ പോലെ ഏപ്രിൽ പകുതി ഉണ്ട്, മെയ് ഉണ്ട്, ജൂൺ ഉണ്ട്, ഈ 3 മാസങ്ങളുണ്ട്. ഈ 3 മാസം നിങ്ങൾ സെക്കൻഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡ് എക്സാമിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു 2.5 മാസം നിങ്ങൾ പഠിച്ചാൽ ഈ 9 എക്സാമുകൾ നിങ്ങൾക്ക് സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഏകദേശം സിലബസ് ഒക്കെ ഒരുപോലെ തന്നെയാണ് വരിക, വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ എല്ലാ എക്സാമുകളെയും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ തുടങ്ങാത്തവർക്ക് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ, ഇത്രയും എക്സാമുകൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ട്, നിങ്ങളെ അറിയിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് എക്സാംസ് ആണ് നമുക്ക് വരാനിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ 2.5 മാസം നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് നല്ല രീതിയിൽ തന്നെ നെഗറ്റീവ്സ് ഒക്കെ കുറച്ചുകൊണ്ട് നന്നായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കും. അപ്പം ആരും ഈ ഒരു ചാൻസ് മിസ് ചെയ്യണ്ട. ഇത്രയും എക്സാംസ് നമ്മുടെ മുന്നിലുണ്ട്, ആരും അത് മിസ് ചെയ്യണ്ട. നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതാനായിട്ട് നോക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഈ ഒരു ഗ്രേഡ് 3 എക്സാമിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ BM ബിൽഡിംഗ് മെറ്റീരിയൽ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, എസ്റ്റിമേഷൻ, സർവേയിങ് ആൻഡ് ലെവലിംഗ്. ഈ 4 സബ്ജക്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ലാണ്ട് പഠിക്കാം. അത്രയും അധികം വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റ് ആണ്. ബിൽഡിംഗ് കൺസ്ട്രക്ഷന് 20 മാർക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ സർവേയിങ് 14 മാർക്ക്, ദെൻ അതുപോലെ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നിന്ന് 12 മാർക്ക്. ആ ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ കൂടെ തന്നെ നമുക്ക് CTയുടെ കുറച്ച് പോർഷൻ കൂടി അതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബിൽഡിംഗ് ബൈലോസും എസ്റ്റിമേഷനും കൂടിയിട്ട് 14 മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. ബാക്കി എല്ലാ സബ്ജക്റ്റിനും 8 മാർക്ക് ഇതാണ് വരുന്നത്. ഡ്രോയിങ്ങിന് 8 മാർക്ക്, ഓട്ടോകാഡ് 8 മാർക്ക്, ട്രാൻസ്പോർട്ടേഷൻ 8 മാർക്ക്, ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് 6 മാർക്ക്, അതുപോലെ തന്നെ അപ്ലൈഡ് മെക്കാനിക്സ് 6 മാർക്ക്, പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ 6 മാർക്ക്. അപ്പൊ നമ്മൾ വെയിറ്റേജ് വെച്ച് നോക്കുമ്പോൾ ഈ 4 സബ്ജക്റ്റുകൾക്ക് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക. ഈ സബ്ജക്റ്റുകൾ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക. അതിനുശേഷം പിന്നെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഓട്ടോകാഡിനും അതുപോലെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിനുമാണ്. കാരണം ചെറിയ സബ്ജക്റ്റുകളാണ്, ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. ഇപ്പോഴത്തെ ഒരു എന്താ പറയുക എക്സാം പാറ്റേൺ നോക്കുമ്പോൾ എങ്ങനെയാണ് സിലബസിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് അതുപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. അപ്പൊ ഇത് രണ്ടും ചെറിയ സബ്ജക്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡ്രോയിങ് പഠിച്ചാലും ഓട്ടോകാഡ് പഠിച്ചാലും 16 മാർക്കാണ് അവിടെ നിന്ന് കിട്ടാനുള്ളത് കേട്ടോ. ഓക്കെ, 16 മാർക്ക് നമുക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ ബാക്കിയുള്ളത് ട്രാൻസ്പോർട്ടേഷൻ, ഇറിഗേഷൻ അങ്ങനെയുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് അപ്ലൈഡ് മെക്കാനിക്സ് 6 മാർക്ക്, അവിടെ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത്രയും സബ്ജക്റ്റുകൾക്ക് പ്രൈം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഇനി പഠിച്ചു തുടങ്ങാൻ ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി നമ്മളൊരു സ്റ്റഡി പ്ലാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പൊ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കുക. അത് പ്രകാരം ഈ 2.5 മാസം കൊണ്ട് എങ്ങനെ പഠിച്ചു തീർക്കാം എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക, പഠിക്കുക. ഇത്രയും എക്സാമുകൾ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം ഓവർസിയർ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ ഇരുന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, നമ്മുടെ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്നിരുന്ന് പഠിക്കണം എന്നൊക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ഓവർസിയറിന്റെ. അതുപോലെ തന്നെ ഓൺലൈൻ ബാച്ചുകളും ഇപ്പൊ നമ്മൾ ഓവർസിയറിന് വേണ്ടി പുതിയ ഓവർസിയർ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്കോ ഓഫ്ലൈൻ ക്ലാസ്സിലേക്കോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോ വിഷു വരാൻ പോവാണ്. വിഷുവിന് നമുക്ക് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ആ ഓഫർ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇപ്പോൾ വരാനിരിക്കുന്ന ഓവർസിയർ എക്സാമുകളെ കുറിച്ചൊക്കെ സെക്കൻഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡ് ലെവൽ എക്സാമുകളെ കുറിച്ചൊക്കെ എല്ലാവർക്കും ഒരു ധാരണയായിട്ട് ഉണ്ടാകുമല്ലോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാംസ് എഴുതാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.